നമ്മൾ ഡിസ്കഷനിൽ വരുന്ന SHM ആൻഡ് യൂണിഫോം വെലോസിറ്റി, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ ഡയഗ്രാം, അതിൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളാണ്. മൈ നെയിം ഇസ് മുഹമ്മദ് റെനീസ് KT, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ME എഞ്ചിനീയറിംഗ് കോളേജ്, പെരിന്തൽമണ്ണ. നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ടുള്ള ഡിഫറെൻറ്റ് വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. നമ്മൾ സിലബസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന സ്റ്റാർട്ടിംഗ് പോർഷനിൽ ഡിസ്കഷനിൽ വന്നിരുന്നു. അതിൽ ആക്സലറേഷൻ അനാലിസിസ്, റിലേറ്റീവ് ആക്സലറേഷൻ, ഈ കാര്യങ്ങൾ, കൊറിയോളിസ് ആക്സലറേഷൻ. ഈ ടോപ്പിക്കൊക്കെ ലഭ്യമാവാൻ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണുക. അതിനുശേഷം വേണം ഈ ഒരു വീഡിയോ കാണാൻ. ദെൻ അതിൻ്റെ ഗ്രാഫിക്കൽ അനാലിസിസ് അതിൽ വരുന്നതാണ് നമ്മുടെ ഇനിയുള്ള ഡിസ്കഷൻ ടോപ്പിക്ക്. ക്യാമിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഡയഗ്രാം. അതിൽ ഏതൊക്കെ കേസിലാണ് വരുന്നത്? 4 കേസിലാണ് വരുന്നത്. ഒന്ന് SHM, ഒന്ന് യൂണിഫോം വെലോസിറ്റി, യൂണിഫോം ആക്സലറേഷൻ, ദെൻ ഫൈനലി സൈക്ലോയിഡൽ. ഈ 4 ടൈപ്പ് ഓഫ് മോഷനിൽ യൂണിഫോം വെലോസിറ്റിയിലും SHM, യൂണിഫോം ആക്സലറേഷൻ, സൈക്ലോയിഡൽ, ഈ 4 ടൈപ്പിൽ എങ്ങനെയാണ് വെലോസിറ്റി ഡയഗ്രാം ഡ്രോ ചെയ്യാം, എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യാം, എങ്ങനെ ആക്സലറേഷൻ ഡയഗ്രാം ഡ്രോ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ, നമ്മുടെ എന്താണ് ഇതിൻ്റെ മോഷനിൽ വരുന്ന മെയിൻ കണ്ടൻറ്റ് കാര്യങ്ങൾ തിയറി ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ രീതിയിൽ ഡിസ്കഷനിൽ വന്നതാണ്. ടൈപ്സ് ഓഫ് ഫോളോവർ, ടൈപ്സ് ഓഫ് ക്യാം, അതിൻ്റെ മൂവ്മെൻറ്റ്, അത് ഏതൊക്കെ ടൈപ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം, തിയറി കാര്യങ്ങളെല്ലാം ഡിസ്കഷനിൽ വന്നതാണ്. അപ്പോൾ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫോളോവറിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിഫോം വെലോസിറ്റിയും SHM, യൂണിഫോം ആക്സലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആൻഡ് ഫൈനലി സൈക്ലോയിഡൽ, ഈ ടൈപ്പ് ഓഫ് മോഷനിൽ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം വെലോസിറ്റിയും SHM കുറിച്ചും പറയാം. അതിലെങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം, വെലോസിറ്റി ഡയഗ്രാം, ആക്സലറേഷൻ ഡയഗ്രാം വരക്കാം, ദെൻ അതിൻ്റെ ഡെറിവേഷൻ. പിന്നെ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് യൂണിഫോം ആക്സലറേഷനും റിട്ടാർഡേഷനും, പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സൈക്ലോയിഡലിനെ കുറിച്ച് ഡിസ്കഷനിൽ വരാം. ഓക്കെ, ഫസ്റ്റ് വൺ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർഡിൽ തന്നെയാണ്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫോളോവർ മൂവ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രോ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ആണ്. ഇത് പാർട്ടിൽ 3 മാർക്കും ചോദിക്കാറുണ്ട്. എസ്സേയിൽ നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യണം, എന്നിട്ട് വേണം ക്യാം പ്രൊഫൈൽ ഡ്രോ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 30 to 40% മാർക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യാനായിരിക്കും. റിമൈനിങ് ഒരു 60-70% മാർക്കായിരിക്കും ക്യാം പ്രൊഫൈൽ ഡ്രോ ചെയ്യാൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം ഡ്രോ ചെയ്യാതെ ക്യാം പ്രൊഫൈലും ഡ്രോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X ആക്സിസിൽ ക്യാം ആംഗിൾ എടുക്കും, Y ആക്സിസിൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കും. ഇങ്ങനെ നമ്മളൊരു XY ആക്സിസിൽ ഡ്രോ ചെയ്യുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാമിൻ്റെ റൊട്ടേഷൻ ടോട്ടൽ എത്ര വരിക? ഒരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 360 ഡിഗ്രി. അപ്പോൾ X ആക്സിസിൽ നമ്മൾ 360 ഡിഗ്രി മാർക്ക് ചെയ്യണം. Y ആക്സിസിൽ എന്ത് ചെയ്യണം? Y ആക്സിസിൽ ക്യാമിൻ്റെ മാക്സിമം ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ, നമ്മൾ ക്യാം എത്രമാത്രം ഫോളോവറിനെ ലിഫ്റ്റ് ചെയ്യുന്നു, അതാണ് Y ആക്സിസിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ യൂണിഫോം വെലോസിറ്റി ആകുവാണെങ്കിൽ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഔട്ട് സ്ട്രോക്ക് എന്ന് പറയും. അത് തിയറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലെക്ചേഴ്സ് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. ഈ ഔട്ട് സ്ട്രോക്കിൽ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ y = f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെൻറ്റിന് ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ വെലോസിറ്റി കിട്ടും. അപ്പോൾ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഒരു വേരിയബിൾ ആയിരിക്കും. y = mx എന്ന് പറഞ്ഞ ഒരു, അല്ലെങ്കിൽ y = f(x) എന്ന രീതിയിലെ ഫംഗ്ഷൻ, y = mx + c എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്സിൽ. അതേ രീതിയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഔട്ട് സ്ട്രോക്ക്. ഇനി നമ്മളിവിടെ അപ്പോൾ ഔട്ട് സ്ട്രോക്ക് അല്ലെങ്കിൽ റൈസ് എന്ന് പറഞ്ഞ ഫോളോവറിൻ്റെ റൈസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ക്യാമിൽ വരുന്ന ഔട്ട് സ്ട്രോക്ക് മാർക്ക് ചെയ്തു, അത് ഡ്രോ ചെയ്തു. ഇത് നിങ്ങൾ പിന്നെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡയമെൻഷൻ വെച്ചിട്ട് വേണം. ഔട്ട് സ്ട്രോക്ക് ക്യാം ആംഗിൾ 360 ഡിഗ്രി, അതിനെങ്ങനെയാണ് ഒരു വേണമെങ്കിൽ ഒരു 36 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ 18 സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാം. Y ആക്സിസിൻ്റെ സാധാരണ ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ 40 അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ അത് അതേ രീതിയിൽ മാർക്ക് ചെയ്യാം. പിന്നെ ഔട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലെങ്കിൽ 120 ഡിഗ്രിയും തരും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് സെൻറ്റിമീറ്ററിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്യുക. ഔട്ട് സ്ട്രോക്ക് റൈസ് മാർക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്യുന്നത്? പിന്നെ ഡ്വെല്ലാണ്. ഡ്വെല്ല് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്ന് പറഞ്ഞെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? അതിൻ്റെ കറസ്പോണ്ടിങ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ 0 ആണെങ്കിൽ, അല്ലെങ്കിൽ ഫോളോവർ ലിഫ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് മാർക്ക് ചെയ്തു. പിന്നെ ഔട്ട് സ്ട്രോക്ക് ആണ് താഴോട്ട് വരിക, അപ്പോൾ താഴോട്ട് മാർക്ക് ചെയ്തു. ഇനി റിമൈനിങ് എന്താണ്? ലാസ്റ്റ് ഡ്വെല്ലാണ്.
ഓക്കെ, ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഡ്രോ ചെയ്യുക. ഇനി ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രം ഇതേ ലൈൻ പാരലായിട്ട് വേണം ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സലറേഷൻ ഡ്രോ ചെയ്യാൻ. വെലോസിറ്റി ഡയഗ്രം മീൻസ് ക്യാം ആംഗിൾ എക്സ് ആക്സസിലേക്ക് അതേ രീതിയിലാണ് ഡ്രോ ചെയ്യാം. വൈ ആക്സസിൽ എന്ത് ചെയ്യണം, വെലോസിറ്റി വേണം ഡ്രോ ചെയ്യാൻ. ഇപ്പോൾ ഈ റൈസ് പറഞ്ഞ പോർഷനിൽ ശ്രദ്ധിക്കുക, ഇവിടുന്ന് അങ്ങോട്ട് അപ്പോൾ നമ്മൾ വെലോസിറ്റി അനാലിസിസിൽ വൈ ആക്സസിൽ വെലോസിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്, എക്സ് ആക്സസിൽ ക്യാം ആംഗിൾ, ഔട്ട് സ്റ്റോക്ക്, റൈസ്, ഡൊല്ല്, റിട്ടേൺ, ഡൊല്ല് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വെലോസിറ്റി വേരിയബിൾ ആണെങ്കിൽ, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഔട്ട് സ്റ്റോക്കിൽ കോൺസ്റ്റൻ്റ് വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത്. ഇതാണ് റൈസിൽ. പിന്നെ ഡൊല്ല് ഏരിയയിൽ എന്ത് ചെയ്യാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും, ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈസ് ഏരിയയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ കൂടി വരികയാണ്, ആ സമയം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റൈസ് ഈ പോർഷനിൽ ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിനെ ഫംഗ്ഷന് ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കിട്ടും. കോൺസ്റ്റൻറ്റ് മീൻസ് വെലോസിറ്റി കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് ഇത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. പിന്നീട് റിട്ടേൺ ഇതേ രീതിയിൽ നെഗറ്റീവിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ഡൊല്ലിൽ 0 വെലോസിറ്റി ആയിരിക്കും. ഇപ്പോൾ വെലോസിറ്റി ഇവിടെ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അടുത്ത ആക്സലറേഷൻ ഡയഗ്രം നോക്കാം. വൈ ആക്സസിൽ ആക്സലറേഷനും എക്സ് ആക്സസിൽ ക്യാം ആംഗിളും. ഇപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ എടുത്ത് എന്ത് കിട്ടും, കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷൻ 0 ആണ്, അപ്പോൾ 0 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ ഓൾറെഡി ഇവിടെ ഡൊല്ലിൽ അല്ല 0 വരുന്ന വെലോസിറ്റി, അപ്പോൾ ആക്സലറേഷൻ 0. റിട്ടേണിൽ കോൺസ്റ്റൻറ്റ് വരുന്നു, ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ കോൺസ്റ്റൻറ്റിൻ്റെ ഡിഫറൻസിയേഷൻ 0. അത് ഇതേ രീതിയിൽ മാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ സഡൻ ആയിട്ടാണ് വെലോസിറ്റി 0 എന്ന് ഇങ്ങനെ പെട്ടെന്ന് ജമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ചില ടെക്സ്റ്റ് ബുക്കുകൾ ഇതേ രീതിയിൽ മാർക്ക് ചെയ്യും. 0 ആണ് വാല്യൂ, എന്നാലും പോസിറ്റീവായിട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന രീതിയിൽ കാണിക്കും. ഒന്നിങ്ങനെ ഒരു മാർക്കിങ്. ഇവിടെ നേരെ താഴോട്ട് വരുന്നതുകൊണ്ട് ഇൻഫിനിറ്റി, നെഗറ്റീവിലേക്ക്. ഇവിടെ താഴെ വരുന്നതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി, ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി. അങ്ങനെയാണ് വെലോസിറ്റി യൂണിഫോം വെലോസിറ്റി ഡയഗ്രത്തിന് ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി ആക്സലറേഷൻ ഡയഗ്രം. ഇത് സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ്. ഇനി നമുക്ക് SHMൻ്റെ നോക്കാം. SHM എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതിൻ്റെ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് ആക്സസിൽ ക്യാം ആംഗിൾ എടുക്കും, വൈ ആക്സസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കും. ഇനി ഇവിടെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു സെമി ഹാർമോണിക് സർക്കിൾ എന്ത് ചെയ്യണം, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ അവിടെ ഡ്രോ ചെയ്യണം. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ലിഫ്റ്റിൻ്റെ പകുതിയായിരിക്കും. ടോട്ടൽ ലിഫ്റ്റ് എത്രയാണ്, ടോട്ടൽ ലിഫ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ h പറഞ്ഞിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ടോട്ടൽ ലിഫ്റ്റ്. ഇതാണ് ടോട്ടൽ ലിഫ്റ്റ്. അതിൻ്റെ h/2 ആയിരിക്കും ഈ ഹാർമോണിക് സെമി സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ സെൻറ്ററിൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് h/2 റേഡിയസിൽ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ സെമി സർക്കിൾ ഡ്രോ ചെയ്യുക. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യണം, ഈ സെമി സർക്കിളിനെ നമുക്ക് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സെൻട്രൽ ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്തു, അതേ കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പിൻ പോയിന്റിൽ വെച്ചതിന് ശേഷം ഡിഫറെൻറ്റ് മാർക്കിങ് ചെയ്യാം. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഈ ഒരു പിൻ പോയിന്റിൽ വെച്ചതിന് ശേഷം ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പിൻ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ദെൻ ഈ പിൻ പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. ദെൻ ഇവിടെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് 6 ഡിവിഷൻ കൊടുക്കാം. ഈ 6 ഡിവിഷൻ മാർക്ക് ചെയ്യാം. ഇവിടെ 0, ദെൻ നെക്സ്റ്റ് 1, ആ 1ലേക്ക് ഒരു നാരോ ലൈൻ ഡ്രോ ചെയ്യാം. ദെൻ 2, ആ 1 മീറ്റ് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു നാരോ ലൈൻ ഡ്രോ ചെയ്യാം. അടുത്ത് എന്ത് ചെയ്യണം, 2 പോയിന്റ് മാർക്ക് ചെയ്യുക. 2 സെൻറ്ററിലേക്ക് ഒരു ലൈന്. ദെൻ ഈ 2 എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് എക്സ് ആക്സിസിന് പാരലായിട്ട് ഒരു നാരോ ലൈൻ. 3 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത്തിൻ്റെ പകുതി തന്നെ ആയിരിക്കും നാരോ ലൈന്. 4നും ഇതേ രീതിയിൽ നാരോ ലൈന്. 5, ഫൈനലി 6. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇനി എന്ത് ചെയ്യണം, റൈസ് പോർഷനെയും ഇതേ രീതിയിൽ ഇവിടെ 6 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈസിനെ നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ റൈസ് ഒരു 90 ഡിഗ്രി ആണ്, 9 സെൻറ്റിമീറ്റർ എടുത്തു, അല്ലെങ്കിൽ 90 ഡിഗ്രീനെ 4.5 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ 4.5 ഡിവൈഡ് ബൈ 6, അപ്പോൾ ഒരു ലെങ്ത്ത് കിട്ടും. അതേ രീതിയിൽ 6 ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യും, 1 ഇവിടെ 0 ഫസ്റ്റ് വന്നു, അടുത്തത് 1, 2, 3, 4, 5, 6, ഫൈനലി 6. ഈക്വലായിട്ട് വേണം ഡിവൈഡ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കാനുള്ളത്, ഈ 0 പോയിൻറ്റും 2 0 പോയിൻറ്റ് മീറ്റ് ചെയ്ത പോയിൻറ്റിന് A എന്ന് പറഞ്ഞ് കൊടുക്കാം. നെക്സ്റ്റ് 1 വെർട്ടിക്കലി, ഇവിടെ 1 നമുക്ക് വെർട്ടിക്കലി കിട്ടുന്നുണ്ട്. ദെൻ
ഈ 1 ഹോറിസോണ്ടൽ മീറ്റ് ചെയ്ത പോയിന്റ് ബി, ദെൻ 2 വെർട്ടിക്കലും 2 ഹോറിസോണ്ടലും മീറ്റ് പോയിന്റ് സി, 3 വെർട്ടിക്കലും 3 ഹോറിസോണ്ടലും ഡി, 4 വെർട്ടിക്കൽ 4 ഹോറിസോണ്ടൽ ഇ, എഫ്, ജി. ഇങ്ങനെ ഡിഫറെൻറ്റ് പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഒരു തിക്കായിട്ട് കേർവ്ഡ് ഒരു ലൈൻ ഡ്രോ ചെയ്യാം, കേർവായിട്ട് ഡ്രോ ചെയ്യാം. ഓക്കെ, സ്ട്രൈറ്റ് ആയിട്ടല്ല. ദെൻ റിട്ടേണും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. റിട്ടേൺ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഈ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ പോയിന്റ് വരും, ഇവിടെ പോയിന്റ് വരും, ഇവിടെ പോയിന്റ്, ഇവിടെ പോയിന്റ്, ഇവിടെ പോയിന്റ്, ഫൈനലി ഇവിടെ പോയിന്റ്, കേർവായിട്ട് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ പതുക്കെ കയറി വരികയാണ്. യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റ് ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇനി ഇതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം നോക്കാം. വെലോസിറ്റി ഡയഗ്രാം ഹെഡിങ് കൊടുക്കാം. ഇതിൻ്റെ അതേ രീതിയിൽ തന്നെ താഴോട്ട് വരക്കാം. വൈ ആക്സസ് സെയിം ആയിരിക്കണം. എക്സ് ആക്സസ് ഇതിൻ്റെ കുറച്ച് താഴോട്ടായിട്ട് വരക്കാം. വെലോസിറ്റി ഇനി ഇതിനെന്ത് ചെയ്യണം, 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. റൈസ്, ഡൊല്ല്, റിട്ടേൺ, ഡൊല്ല് 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി ശ്രദ്ധിക്കുക, വെലോസിറ്റി ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രത്തിന് ഒരു ഡിഫറൻസിയേഷൻ നടത്തുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ വെലോസിറ്റി എന്താണ്, ഈ ഒരു പോയിന്റ് ഓ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ലിഫ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 0 ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ അതിന് ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ 0 വരും. അടുത്ത ടോപ്പിൽ വെലോസിറ്റി മാക്സിമം ആണ്, പിന്നെ അവിടുന്ന് കോൺസ്റ്റന്റ് ടോപ്പിൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ആണ്, പിന്നെ അവിടുന്ന് എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം വരുന്ന പോയിന്റിൽ നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യും, ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് ഡിഫറൻസിയേഷൻ നടത്തി കഴിഞ്ഞാൽ വെലോസിറ്റി എന്തായിരിക്കും, 0 കിട്ടും. അപ്പോൾ ഈ രണ്ട് പോയിന്റിലും വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം സെൻറ്റർ പോയിന്റിൽ മാക്സിമം വരും. അപ്പോൾ എന്ത് ചെയ്യണം, അതേ രീതിയിൽ വേണം നമ്മൾ, ഇത് പോസിറ്റീവ് ആയിട്ടാണ് കാരണം മുകളിലോട്ടാണ് വരുന്നത്, ഞാൻ ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഈ ഡൊല്ലിൽ എന്താണ് സംഭവിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ദാറ്റ് മീൻസ് വെലോസിറ്റി 0 മാർക്ക് ചെയ്തു. ഇവിടെ റിട്ടേൺ വരുന്നതുകൊണ്ട് ഇതിന് നേരെ തിരിച്ച് ഇൻവേർട്ടഡ് ആയിട്ട് ഒരു കർവ്, ഒരു സെമി സർക്കിൾ രീതിയിൽ തന്നെ ഒരു കർവ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ എന്ന് വിചാരിക്കുന്നു. ഈ നെക്സ്റ്റ് വൺ, ഇനി ആക്സിലറേഷൻ ഡയഗ്രാം നോക്കാം. ആക്സിലറേഷൻ ഡയഗ്രത്തിൽ വൈ ആക്സിസിൽ ആക്സിലറേഷൻ എടുക്കാം, എക്സ് ആക്സിസിൽ ക്യാം ആംഗിൾ എടുക്കാം. വൈ ആക്സിസിൽ ആക്സിലറേഷൻ മാർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ വെലോസിറ്റി ഇവിടെ 0 ആണ്. വെലോസിറ്റിന് 0 ആണെങ്കിൽ അതിന് ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. ഇനി അടുത്ത ഈ ഡൊല്ല് ഔട്ട് സ്റ്റോക്കിൻ്റെ ഈ ടോപ്പ് പോയിന്റിൽ മാക്സിമം വെലോസിറ്റി വരുമ്പോൾ അതിന് ഡിഫറൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആക്സിലറേഷൻ 0 ആയിരിക്കും. മാക്സിമം വെലോസിറ്റിൻ്റെ ആക്സിലറേഷന് 0 ആയിരിക്കും. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റ് എന്താണ്, 0 ആയിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഓരോ പോയിന്റെല്ലാം മാർക്ക് ചെയ്തിട്ടു എക്സ് ആക്സസിൽ. ഇനി 0 ഇവിടെ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആകുമ്പോൾ മാക്സിമം ആക്സിലറേഷൻ വന്നു. വെലോസിറ്റി മാക്സിമം വരുമ്പോൾ ആക്സിലറേഷൻ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലൊരു കർവ്ഡ്. ഇനി ഇവിടെ ഡൊല്ലിൽ വെലോസിറ്റി 0 ആണ്, അപ്പോൾ ആക്സിലറേഷൻ 0. ഇത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം ആക്സിലറേഷന് ഇവിടെ മാക്സിമം വെലോസിറ്റി വരുമ്പോൾ ഇവിടെ ആക്സിലറേഷൻ 0. ഇതേ രീതിയിലാണ് ആക്സിലറേഷൻ ഡയഗ്രാം. ഓക്കെ, ഇത് 3 മാർക്കിനെ പാർട്ടിൽ ചോദിക്കാറുണ്ട്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഡയഗ്രാം. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കാനുള്ള സിസ്റ്റം സെമി ഹാർമോണിക് സർക്കിളാണ്. അടുത്ത ഇനി നമ്മൾ സൈക്ലോയിഡിൽ പിന്നെ യൂണിഫോം ആക്സിലറേഷൻ വരയ്ക്കുമ്പോൾ വേറെ മെത്തേഡിലാണ് ഇവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഡയഗ്രാം ഡ്രോ ചെയ്യാം. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഡെറിവേഷൻ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹാർമോണിക് സെമി സർക്കിൾ ഡ്രോ ചെയ്യാം. ഇതാണ് ഹാർമോണിക് സെമി സർക്കിൾ. അപ്പോൾ അതിൻ്റെ ഈ പോയിന്റ്, ഓരോ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫോളോവറിൻ്റെ ലിഫ്റ്റ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, റെഫറൻസ് ലൈനിൽ നിന്ന് ഫസ്റ്റ് ഏതെങ്കിലും ഒരു ടോട്ടൽ ഹൈറ്റ് എത്രയായിരുന്നു, h ആണ്, ലിഫ്റ്റ് ഓഫ് ദ ഫോളോവർ. ഇനി നമുക്ക് ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിനെ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 1 കൺസിഡർ ചെയ്യാം. അപ്പോൾ 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1-ലെത്തുന്ന ക്യാം റൊട്ടേഷൻ ഇത്ര ആംഗിൾ മൂവ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ നമ്മളാണ് ക്യാം ആംഗിൾ കൊടുത്തത്. അപ്പോൾ ഫോളോവറിൻ്റെ ലിഫ്റ്റ് എന്തായിരിക്കും, ഈ ഹൈറ്റ് ആയിരിക്കും. ഈ ഹൈറ്റ് എങ്ങനെ കിട്ടുക, ടോട്ടൽ h, അതിൽ നിന്ന് ഈ ഹൈറ്റ് മൈനസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ടോട്ടൽ ഈ ഹൈറ്റ് എത്രയാണ്, h/2 ആണ്. അതിൽ നിന്ന് ഈ ഹൈറ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഹൈറ്റിനെ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ എക്സിന് എന്ത് ചെയ്യാം, ഇവിടെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഈ ട്രയാങ്കിളിലെ ടോട്ടൽ ആംഗിൾ എത്രയാണ്, 180 ആണ് അല്ലേ. 180നെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ,
അപ്പോൾ അതിന് നമുക്ക് ബീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളായിട്ട് ഞാൻ കൊടുത്തു. ക്ലിയർ ആണല്ലോ? ഇതൊരു ട്രയാങ്കിളാണ്. ഇനി ഞാൻ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോട്ടൽ ഹൈറ്റ് h/2 മൈനസ് ഇതാണ് നമ്മൾ h/2, ഈ ലെങ്ത് ആണ് h/2. h/2 കോസ് ബീറ്റ വരും, കാരണം ഇതിൻ്റെ ഈ ട്രയാങ്കിളിൽ നമ്മൾ കോസ് ബീറ്റ കാണാം. കോസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടനസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ കൊടുക്കാം? അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് ഇൻറ്റു കോസ് ബീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? h/2 മൈനസ് h/2 കോസ് ബീറ്റ. ഈ h/2 കോസ് ബീറ്റ എങ്ങനെ വരുന്നത്? ഇതാണ് h/2 ഇൻറ്റു കോസ് ബീറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ലെങ്ത് കിട്ടും? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്. അത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടോട്ടൽ ലെങ്ത് h/2 ആണ്. അതിൽ നിന്ന് ഈ h/2 കോസ് ബീറ്റ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. എക്സ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് മാക്സിമം h ആവും. എക്സ് എച്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എക്സിനെ ഇനി എന്ത് ചെയ്യണം? ഡിഫറൻസിയേഷൻ നടത്താം. ഫസ്റ്റ് ഡിഫറൻസിയേഷൻ നടത്തുമ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. h/2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് ബീറ്റ വരും. ഇനി ഡിഫറൻസിയേഷൻ നടത്താം. വെലോസിറ്റിയാണ് dx/dt ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ബീറ്റ വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? മാക്സിമം എത്ര ബീറ്റൻ്റെ വാല്യൂ? 180 ആണ്. ബീറ്റ വേരി ചെയ്യുന്നത് 180 എന്ന് പറഞ്ഞാൽ പൈ. ഇനി തീറ്റ വേരി ചെയ്യുന്നതോ? തീറ്റ ഔട്ട് സ്ട്രോക്ക് ആംഗിളാണ്. അത് മാക്സിമം വരുന്നത് തീറ്റ ഔട്ട് സ്ട്രോക്ക് ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അത് റീഅറേഞ്ച് ചെയ്യാം. ബീറ്റ ബൈ തീറ്റ ഈക്വൽ ടു പൈ ബൈ തീറ്റ നോട്ട്. അപ്പോൾ ഇതിൽ ബീറ്റ ഈക്വൽ ടു പൈ തീറ്റ ബൈ തീറ്റ നോട്ട് എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റയിൽ നമ്മൾ ഡിഫറൻസിയേഷൻ നടത്തണം. ബീറ്റ എന്നതിൽ ഡിഫറൻസിയേഷൻ നടത്താൻ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺവേർഷൻ ഇവിടെ കൊടുക്കുന്നത്. ഇതിവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ഈക്വൽ ടു എന്ത് ചെയ്യാം? dx/dt ഈക്വൽ ടു dx/d θ ഇൻറ്റു d θ/dt. ഇതൊക്കെ ബേസിക്കലി ഡിഫറൻസിയേഷൻ മാക്സിലുള്ള കൺസെപ്റ്റാണ്. അത് ക്ലിയർ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? h/2 ഡിഫറൻസിയേഷൻ ഓഫ് h/2 1 മൈനസ് കോസ് പൈ തീറ്റ/തീറ്റ നോട്ട്, അതിൻ്റെ d/dt, ദെൻ d θ/dt. d θ/dt എന്താ? ചേഞ്ച് ഇൻ ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെയാണ് നമ്മൾ ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, അതിവിടെ ഒമേഗ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ h/2 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു. 1ൻ്റെ ഡിഫറൻസിയേഷൻ 0, മൈനസ് എടുത്തു. കോസ് തീറ്റേൻ്റെ ഡിഫറൻസിയേഷൻ മൈനസ് സൈൻ തീറ്റ, സൈൻ പൈ തീറ്റ/തീറ്റ നോട്ട് ഇൻറ്റു പൈ തീറ്റ/തീറ്റ നോട്ടിൻ്റെ ഡിഫറൻസിയേഷൻ π/തീറ്റ നോട്ട് ഇൻറ്റു d θ/dt ഒമേഗ. ദെൻ h/2 മൈനസും പ്ലസ് വരും. അപ്പോൾ എന്ത് കൊടുക്കാം? സൈൻ പൈ തീറ്റ/തീറ്റ നോട്ട്. ഇതൻ ഒരു പൈ തീറ്റ നോട്ട് ഇൻറ്റു ഒമേഗ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? പൈ h ഒമേഗ ഡിവൈഡ് ബൈ 2 തീറ്റ നോട്ട്, ഈ 2 തീറ്റ നോട്ട്. ഓക്കെ, ഇതാണ് വെലോസിറ്റി വരുന്നത്. ഇനി മാക്സിമം വെലോസിറ്റി എങ്ങനെ വരുന്നത്? ഈ വാല്യൂ സൈൻ്റെ വാല്യൂ 1 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആംഗിൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആ ഫിഗറിൽ മാക്സിമം വെലോസിറ്റി എവിടെ വരുന്നതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ വെലോസിറ്റി മാക്സിമം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? വി മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ സൈൻ്റെ ഫംഗ്ഷൻ ഈ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ പൈ തീറ്റ/തീറ്റ നോട്ട് അത് അടുത്ത കേസിൽ പറയാം. ഇനി അടുത്ത ആക്സലറേഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? ആക്സലറേഷൻ ഇതിനെ അഗൈൻ ഡിഫറൻസിയേഷൻ നടത്താം. ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dv/dt ഇൻറ്റു d θ/dt. dv/d θ ഈ ഒരു വേരിയബിളിന് എന്ത് ചെയ്യണം? ഡിഫറൻസിയേഷൻ നടത്തണം തീറ്റയിൽ. അപ്പോൾ 2h ഒമേഗ/2 തീറ്റ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ഇനി എന്ത് ചെയ്യണം? സൈൻ തീറ്റേൻ്റെ ഡിഫറൻസിയേഷൻ കോസ് തീറ്റ, കോസ് പൈ തീറ്റ/തീറ്റ നോട്ട്. തീറ്റയ്ക്ക് പകരം പൈ തീറ്റ/തീറ്റ നോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ π/തീറ്റ നോട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഇൻറ്റു ഇവിടെ ഒരു d θ/dt അഗൈൻ വന്നിട്ടുണ്ട്, അതിന് ഒമേഗ. അപ്പോൾ ഈ ഒമേഗയും സ്റ്റാർട്ടിങ്ങിലെ ഒമേഗ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ സ്ക്വയർ വരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരുന്നുണ്ട്? പൈ സ്ക്വയർ 2 പൈ വരുന്നുണ്ട്. അപ്പോൾ പൈ സ്ക്വയർ h ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ 2 തീറ്റ നോട്ട് സ്ക്വയർ ഇൻറ്റു കോസ് പൈ തീറ്റ/തീറ്റ നോട്ട്. ഇതാണ് ആക്സലറേഷൻ വരുന്നത്. ഇവിടെ ആക്സലറേഷൻ മാക്സിമം എങ്ങനെ കാണാം? ഈ സെക്കൻഡ് കോസ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം? 1 വരണം. അപ്പോൾ സൈനും കോസും ഫംഗ്ഷനാണ് വരുന്നത്. അതേ രീതിയിലായിരിക്കും നമ്മുടെ വെലോസിറ്റി ആക്സലറേഷൻ്റെ ഫംഗ്ഷൻ്റെ മോഷൻ വരുന്നത്. സൈനും കോസിൻ്റെ ഒക്കെ ആ ഒരു ഫിഗർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ നമ്മുടെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ലെക്ചേഴ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.